ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇഫ്താറിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. നിങ്ങൾക്ക് 2 എണ്ണം തയ്യാറാക്കണമെങ്കിൽ 2 കപ്പ് മൈദ യൂസ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 മുട്ട, 1/2 ടീസ്പൂൺ ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു 1/4 കപ്പ് പാലൊക്കെ മതിയാകും ഇത് കുഴച്ചെടുക്കാൻ. ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ഇതിനു വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാകും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി capsicum, അതുപോലെ ഒരു ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം ടൊമാറ്റോ സോസ്. ഇതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടോ കുറക്കോ ചെയ്യാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവർ നല്ല കറക്റ്റായി കിട്ടുക. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ട വൈറ്റ് സോസ് തയ്യാറാക്കണം. ഒരു പാൻ വെച്ച് ഒരല്പം ഗീ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ഗീക്ക് പകരം ബട്ടർ യൂസ് ചെയ്യാം. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 150 ml പാല് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ചെറിയ പീസ് ചീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസും കൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇത് ഒന്ന് മാറ്റി വെക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ച് ബോൾസാക്കി പരത്തിയെടുക്കാം. അത്യാവശ്യം വലിയ ബോൾസാക്കി തന്നെ പരത്തിയെടുക്കണം. നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. ഒരു ചപ്പാത്തിയുടെ ഒക്കെ വലിപ്പം ഉണ്ടാവും. അധികം കനം കുറച്ച് പരത്തരുത്. ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് പരത്തി അതിന് ചെറിയ ഒരു കട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതിയാകും. ഒരു നെറ്റ് പോലെ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഒരു പാൻ വെച്ച് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരല്പം നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസും കൂടെ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഫില്ലിങ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ പരത്തി വെച്ചത് ഇതിൻ്റെ മേലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ വിട്ടുവരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഒരല്പം നെയ്യ് കൂടെ തടവി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഒരല്പം നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കുക.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി പിസ്സ നെറ്റ്വീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇഫ്താറിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്